നഴ്സിംഗ് കൗൺസിലിൻ്റെ മുൻ പ്രസിഡന്റ് ഉഷ കൂടി നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ഉഷ, ഗുഡ് മോർണിംഗ്. ഉഷ, യഥാർത്ഥത്തിൽ രണ്ട് നഴ്സിംഗ് കോളേജുകളിൽ സർക്കാർ മെറിറ്റ് അട്ടിമറിച്ചു എന്നുള്ള വാർത്തയാണ് വരുന്നത്. എന്താണ് താങ്കളുടെ പ്രതികരണം? വടശ്ശേരിക്കര ശ്രീ അയ്യപ്പ നഴ്സിംഗ് കോളേജിലും അതേപോലെ തന്നെ വാളകം മെഴ്സി കോളേജിലുമാണ് സർക്കാർ മെറിറ്റ് അട്ടിമറിച്ചത്. മെറിറ്റ് അടിസ്ഥാനത്തിൽ കൊടുക്കേണ്ട സീറ്റുകൾ മാനേജ്മെൻറ്റ് കവർന്നെടുക്കാനുള്ള സാഹചര്യമുണ്ടായി എന്ന വാർത്തയാണ് ഉമേഷ് ബാലകൃഷ്ണൻ ഇന്ന് പുറത്തുവിട്ടത്. ഇപ്പോൾ നഴ്സിംഗ് കൗൺസിൽ മുൻ പ്രസിഡന്റ് ഉഷ കൂടി തത്സമയം ചേരുകയാണ്. ഉഷ, താങ്കളുടെ പ്രതികരണം ഇക്കാര്യത്തിൽ എങ്ങനെയാണ്? ഹലോ സർ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. നമ്മൾ 27-നാണ് മേഴ്സിക്ക് നമ്മൾ അലോട്ട്മെന്റ് കൊടുത്തത്. ഹലോ, താങ്കൾ ടി വിയിലെ ശബ്ദം കുറയ്ക്കും. ഫോൺ വഴി തന്നെ കേട്ട് പറയൂ. ഓക്കെ, കേൾക്കുന്നുണ്ടോ സർ? കേൾക്കുന്നുണ്ട്, ഇനി പറഞ്ഞോളൂ. നമ്മൾ 27-നാണ് മേഴ്സിക്ക് സീറ്റ് അലോട്ട്മെന്റ് ചെയ്തത്, 60 സീറ്റ്. ഹലോ, താങ്കൾ പറഞ്ഞോളൂ, തുടർച്ചയായിട്ട് പറഞ്ഞോളൂ. ഞാൻ മൂളാതെ പറഞ്ഞോളൂ. 60 സീറ്റ് കൊടുത്തത്. ആ സീറ്റ് കൗൺസിലർ, ഇപ്പൊ പ്രസിഡന്റ് നമ്മളല്ലാത്തതുകൊണ്ട് പിന്നീട് നമ്മൾ ആ കൗൺസിൽ ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഗവൺമെന്റിലേക്ക് അത് അറിയിച്ച് LBSക്ക് അറിയിക്കേണ്ടതാണ്. ഇപ്പൊ നിങ്ങളുടെ ന്യൂസ് വരുന്നത് വരെ നമുക്ക് ഈ കാര്യത്തെ കുറിച്ച് അറിയില്ല. അത് ആ മേഴ്സിയിൽ ഇങ്ങനെ അഡ്മിഷൻ നടന്നിട്ടുണ്ട് എന്ന് ഇന്നലെ പത്രങ്ങളിലൂടെയും വാർത്തകളിലൂടെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. കൂടുതൽ വിശദീകരണം തരണമെങ്കിൽ നമുക്കിത് പരിശോധിക്കേണ്ടി വരും സർ. പരിശോധിക്കാതെ ഒന്നും പറയാൻ പറ്റില്ല. എന്താ സംഭവിച്ചതെന്ന് കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 27-ന് സീറ്റ് കൊടുത്തതാണ് മേഴ്സിക്ക്. സീറ്റ് കൊടുക്കുമ്പോൾ അത് LBSൽ അറിയിക്കേണ്ടതും ഗവൺമെന്റിൽ അറിയിക്കേണ്ടതും പിന്നെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ചുമതലയാണ്. അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അവിടെ വന്ന് പരിശോധിക്കേണ്ടി വരും. അതാണ് ഇപ്പൊ നിലവിലെ നഴ്സിംഗ് കോളേജിലും ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ. മേഴ്സി കോളേജിലാണ് ശ്രദ്ധയിൽപ്പെട്ടത്. ഇപ്പോ വടശ്ശേരിക്കരയും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പരിശോധിക്കാം സാർ. ഇനിയിപ്പോ ഗവൺമെന്റ് പറയുന്നത് മേഴ്സിക്ക് നമ്മളിപ്പോ മേഴ്സി അവരുമായി ബന്ധപ്പെടുമ്പോൾ അവർ ആ സീറ്റ് അലോട്ട്മെന്റിൽ ഗവൺമെന്റിന് അനുകൂലമായിട്ട് LBS വന്നു കഴിഞ്ഞാൽ നടപടി എടുക്കുന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ്. ഓക്കെ സർ. ഓക്കെ സർ. താങ്ക് യു ഉഷ. നഴ്സിംഗ് കൗൺസിലിന്റെ മുൻ പ്രസിഡന്റ് ഉഷയാണ് സംസാരിച്ചു. വളരെ ഗൗരവമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നമുക്കൊരു ചെറിയ ഇടവേള കൂടി എടുക്കണം. ഇടവേള എടുത്തു കഴിഞ്ഞാൽ ഈ വിഷയം തന്നെ 1-2 പ്രതികരണങ്ങൾ കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇക്കാര്യത്തിൽ ബ്രേക്ക്.